യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം താഴോട്ട് വായിക്കുമ്പോൾ ന്യായശാസ്ത്രിമാരും പരീശന്മാരും വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച ഒരു സ്ത്രീയെ കൊണ്ടുവന്നു യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവളെ നടുവിൽ നിർത്തി. അങ്ങനെ പറഞ്ഞു, ഗുരു, ഈ തെറ്റ് ചെയ്തവരെ മോശയുടെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞ് കൊല്ലണം എന്നാണ് പറയുന്നത്. നീ എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അവരുടെ ചോദ്യം ന്യായപ്രമാണ പ്രകാരമുള്ള, അല്ലെങ്കിൽ ന്യായപ്രമാണം അറിയാവുന്ന ആൾക്കാരാണല്ലോ, അത് പ്രകാരമുള്ള ഒരു ചോദ്യമാണ്. പക്ഷെ യേശുവിൽ നിന്ന് ഒരിക്കലും ഒരു പ്രതീക്ഷിക്കാത്തൊരു ഉത്തരമാണ് അവിടെ അവർക്ക് കിട്ടിയത്. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവിടെ കല്ലെറിയട്ടെ, ആദ്യം കല്ലെറിയട്ടെ. അപ്പൊ എന്തിനും ഒരു ഉദ്ഘാടനം ആവശ്യമാണ്. ഒരാൾ തുടങ്ങി വെക്കട്ടെ, ആദ്യം ഒരാൾ തുടങ്ങി വെക്കുക. എന്നാൽ ആ ചോദ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവരെല്ലാം തിരിച്ചുപോയി. അവർ കൊണ്ടുവന്ന കല്ലുകളെല്ലാം താഴെയിട്ടു. ശ്രദ്ധിക്കുക, വ്യഭിചാര കുറ്റത്തിൽ പിടിച്ച് ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ച് അപമാനപ്പെടുത്തി എന്തോരം പരസ്യകോലമാക്കാമോ അത്രയും പരസ്യകോലമാക്കി, എത്രയും അപമാനിക്കാമോ അത്രയും അപമാനിച്ച് നടുവിൽ കൊണ്ട് നിർത്തിയിട്ട് ആയുധങ്ങൾ കല്ലുകളുമായി വന്ന് നിൽക്കുന്ന അവരെ നോക്കിക്കൊണ്ട് കർത്താവ് പറഞ്ഞ വാക്കുകൾ കേട്ടപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റാതെ അവർ തിരിച്ചുപോയി. ഒന്നോർക്കണമേ, നിലത്ത് കുനിഞ്ഞിട്ട് എഴുതിയ യേശു എഴുന്നേറ്റു. ആ സ്ത്രീയുടെ മുഖം നോക്കി കർത്താവ് പറഞ്ഞൊരു ഭാഗമുണ്ട്, മകളെ പോക, ഇനി പാപം ചെയ്യരുത്. അപ്പോൾ പലരും എറിയുവാൻ കൊണ്ടുവന്ന കല്ലുകൾ ആ സമയത്ത് അവളുടെ കാൽച്ചുവട്ടിൽ നിരന്നു കിടക്കുകയാണ്. നാം ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ ജീവിതത്തിലെ തെറ്റുകൾ കണ്ടുപിടിച്ച് നിങ്ങൾ വിശ്വസത്തോടെ ദൈവത്തിന് മുമ്പ് നിൽക്കുമ്പോൾ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, ദൈവദാസന്മാരെ നമ്മൾ ദൈവത്തിന്റെ വേല ചെയ്യുമ്പോൾ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ, വിമർശിക്കുവാൻ, ഉപദ്രവിക്കുവാൻ ഒരുപാട് പേരുകൾ ഉണ്ടാകും. പക്ഷെ നാം ദൈവത്തിന് മുമ്പിൽ വിശ്വസത്തോടെ നിൽക്കുന്നുവെങ്കിൽ നമുക്കെതിരായി വന്ന കല്ലുകളൊന്നും, നമുക്കെതിരായി വരുന്ന നിന്നയുടെ, അപമാനത്തിന്റെ, ന്യായപ്രമാണത്തിന്റെ പേര് പറഞ്ഞ് കൊണ്ടുവരുന്ന കല്ലുകളൊന്നും നമ്മുടെ ദേഹത്ത് പതിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. ആ കല്ലുകളെല്ലാം നമ്മുടെ കാൽച്ചുവിട്ട് കിടക്കും. ഒന്നുപോലും നമ്മളിൽ കൊല്ലുവാൻ ദൈവം അനുവദിക്കുന്ന ദൈവമല്ല. ചില വിമർശനങ്ങളൊക്കെ നമ്മളെ കുറെ കൂടെ സൂക്ഷ്മത ഉള്ളവരാക്കി മാറ്റണം. അതാണ് ദൈവത്തിന്റെ പദ്ധതി. ചില നിന്ദകളും പരിഹാസങ്ങളും അപവാദങ്ങളൊക്കെ നമ്മൾ ദൈവത്തോടു കൂടെ അടുക്കുവാനുള്ള ഒരു സാഹചര്യമായി, അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുവാനുള്ള ഒരു വേദിയായി നാം കാണണം ദൈവമക്കളെ. നിന്ദകൾ കണ്ടുകൊണ്ട്, പരിഹാസങ്ങൾ കണ്ടുകൊണ്ട് ഭാരപ്പെട്ടു പോകുന്നവരല്ല ദൈവത്തിന് ആവശ്യം. യേശുവിന്റെ അടുക്കലാണ് നാം നിൽക്കുന്നതെങ്കിൽ ഒരു കല്ലുകളും നമ്മുടെ മേൽ പതിക്കത്തില്ല. യേശുവിന്റെ അടുക്കലാണ് നാം നിൽക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടി വാദിക്കുവാൻ യേശുവുണ്ട്. യേശുവിനോട് ചേർന്നാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ പരിഹാസങ്ങളും വെല്ലുവിളികളുടെ നടുവിൽ നിന്ന് നാം നിഷ്പ്രയാസം പുറത്തു വരിക തന്നെ ചെയ്യും. ആകയാൽ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ, ഏതു വിധത്തിലെ കല്ലുകളാണ് ഈ നാളുകളിൽ നിങ്ങളുടെ മേലെ ചില ആൾക്കാർ കൊണ്ടുവരുന്നത്? ഏതു വിധത്തിലെ ആയുധങ്ങളാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നേരെ എഴുന്നേറ്റിരിക്കുന്നത്? അത് കണ്ടുകൊണ്ട് പ്രയാസപ്പെടരുത്. നിൽക്കുന്നത് യേശുവിന്റെ കൂടെയാണെങ്കിൽ, നടക്കുന്നത് യേശുവിന്റെ കൂടെയാണെങ്കിൽ, നീ നോക്കുന്നത് യേശുവിന്റെ മുഖത്തേക്കാണെങ്കിൽ ഈ കല്ലുകൾ ഒരിക്കലും നിന്റെ ദേഹത്ത് പതിയുവാൻ ദൈവം അനുവദിക്കത്തില്ല. അത് നിന്റെ കാൽച്ചുകൊണ്ട് തന്നെ കിടക്കും. പക്ഷെ നിനക്ക് മുമ്പോട്ടുള്ള പ്രയാണത്തിൽ യേശുവിന്റെ കൂടെയുള്ള, കർത്താവിന്റെ കൂടെയുള്ള ഒരു വിശുദ്ധിയുടെ ജീവിതം മാത്രമായിരിക്കണം. ലോകം നിന്റെ കുറവുകൾ ഉയർത്തി കാണിക്കുമ്പോൾ യേശു നിന്റെ കുറവുകൾ ക്ഷമിക്കുന്നവനാണ്. ലോകം നിന്റെ ചെറിയ തെറ്റുകൾ വലിയ പരിഹാസത്തോടെ ഒരു കൂട്ടം ജനവുമായി വന്ന് വിചാരണ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കർത്താവ് നിനക്ക് വേണ്ടി വാദിച്ച് ആ വിചാരണയ്ക്ക് തക്കതായ മറുപടി കൊടുത്ത് നിനക്ക് വിടുതലോടെ പുറത്തു കൊണ്ടൊരു ദൈവമാണ്. ഭാരപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ ദിവസങ്ങളിൽ ചില നിന്ദകളും പരിഹാസങ്ങളും അപവാദങ്ങളും ചില കല്ലുകളും ജീവിതത്തിൽ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ദൈവം നമ്മളെ പണിയുകയാണെന്ന് മനസ്സിലാക്കുക. മാത്രമല്ല, നിൽക്കുന്നത് കർത്താവിന്റെ കൂടെയാണെങ്കിൽ ഒരായുധവും നിനക്ക് ഫലിക്കത്തില്ല. നാം അതിൽ നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യും. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ.